ദി സാലൻ. നമുക്കിന്ന് ജർമ്മൻ ഭാഷയിൽ നമ്പേഴ്സ് പഠിക്കാം. ഇത് കാണാതെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ബർത്ത് ഡേറ്റ് പറയാനും ഫോൺ നമ്പർ ഷെയർ ചെയ്യാനും നമ്മളിത് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. നമ്പേഴ്സ് എന്നതിന് ദി ന്യൂമേൺ എന്നാണ് പറയുന്നത്. ദി സാലൻ എന്നും ദി സിഫൻ എന്നും കോമൺ ആയി പറയാറുണ്ട്. നമുക്കിനി എണ്ണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നുൾ, eins, zwei, drei, vier, fünf, sechs, sieben, acht, neun, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇവിടെ സെക്സേനും സീബ്സേനും എഴുതിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സീബ്സേൻ അല്ല ഇവിടെ ശ്രദ്ധിക്കണം. സീബ് എന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെയാണ് സേൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇവിടെ മുതൽ നമ്മൾ എണ്ണുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മൾ മലയാളത്തിൽ എണ്ണുന്നത് 21 എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം 20 പിന്നീടാണ് 1 വരുന്നത്. ഇംഗ്ലീഷിലായാലും നമ്മൾ എണ്ണുന്നത് 21, ആദ്യം 20 പിന്നീടാണ് 1 വരുന്നത്. പക്ഷേ ജർമ്മൻ ഭാഷയിൽ വരുമ്പോൾ ആദ്യം 1 വരുന്നു, പിന്നീടാണ് 20. ഈ രീതിയിലാണ് നമ്മൾ എണ്ണുന്നത്. നമുക്ക് നോക്കാം. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആദ്യത്തെ നമ്പർ അതായത് ഐ അല്ലെങ്കിൽ സ്വൈ കഴിഞ്ഞിട്ട് നമുക്കൊരു ഉണ്ട് എന്നത് വരുന്നുണ്ട്. അതുകൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഡ്രൈസിക് വരെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സ്വന്തമായി 100 വരെ ഇതുപോലെ എഴുതി നോക്കേണ്ടതുണ്ട്. ഇനി 30 ശേഷം ബാക്കിയുള്ള 10കൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. എന്ന് പറഞ്ഞാൽ 40, 50 എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. 40, 50, 60, 70, 80, 90, 100. ഇതിലെ സെക്സ് എന്നത് പൂർണ്ണമായും ഇല്ല. അതിൽ സെക് എന്നെടുത്ത് അതിലെ എസ് മാറ്റിയിട്ടാണ് സിക്ക് അവിടെ വന്നിരിക്കുന്നത്. സീബ്സിഹ്, അതിൽ സീബ് എന്നത് പൂർണ്ണമായും ഇല്ല. സീബ് എന്ന് കഴിഞ്ഞിട്ട് സിഹ് ആണ് വന്നിരിക്കുന്നത്. സീബ്സിഹ് അല്ല, സീബ്സിഹ്, സീബ്സിഹ്. 100ന് ശേഷം വരുന്നത് നമ്മൾ സാധാ പറയുന്നത് പോലെ തന്നെ 100 ചേർത്താണ് പറയുന്നത്. 101, 102, 103 അങ്ങനെ. നമ്മൾ എല്ലാ നമ്പേഴ്സും എഴുതുന്നില്ല. നമ്മൾ 200ന് 200, 300ന് 300, അങ്ങനെ 900, 900 വരെ നമ്മൾ അങ്ങനെ എഴുതുന്നു. 900. ഇനി 1000ന് 1000, 10,000ന് 10,000, 1,00,000ന് 100,000, 10 ലക്ഷത്തിന് പറയുന്നത് 1 മില്യൺ. ഇനി നമുക്ക് ഓർഡിനൽ നമ്പേഴ്സ് പഠിക്കാം. ഓർഡിനൽ സാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നാമത്, രണ്ടാമത് അങ്ങനെ പറയുന്നതില്ലേ, അതിനെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഓർഡിനൽ സാൽ എന്നാണ് പറയുന്നത്. അത് എങ്ങനെ എഴുതുന്നു, എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. എസ്റ്റ്, സ്വൈറ്റ്, dritte, vierte, fünfte, sechste, siebte, achte, neunte, zehnte, 11, 12. അങ്ങനെ 19 വരെ നമ്മൾ ടെ എ എന്നാണ് അതിൻ്റെ എൻഡിങ്ങിൽ ചേർക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ കഴിഞ്ഞ് നമ്മളൊരു കുത്ത്, ഒരു പുങ്ക്റ്റ് ഇടണം. ഈ പുങ്ക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഓർഡിനൽ സാൽ എന്നാണ്.
നമ്മൾ ഫസ്റ്റ് എന്ന് എഴുതുന്ന ആ എസ്റ്റ് ചേർക്കുന്നത് പോലെ തന്നെ ഇവിടെ വരുന്നത് കുത്താണ്. ഈ കുത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓർഡിനൽ സാലായി നമ്മൾ പറയുകയുള്ളൂ. ഇനി ഇവിടെ വന്ന വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഐൻസിന് അവിടെ ഏസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഐൻസ്റ്റെ അല്ല, ഏസ്റ്റ്. ഡ്രൈ ഡ്രിറ്റ് ആണ്, ഡ്രൈറ്റ് അല്ല, ഡ്രിറ്റ്. സീബനിൽ വീണ്ടും നമ്മൾ സീബ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സീബിൻറ്റെ അല്ല, സീപ്റ്റ്, സീപ്റ്റ്. ഇത്രയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 19 വരെ നമ്മൾ ടേ എ ആണ് എൻഡിങ്ങിൽ ചേർക്കുന്നത്. അതിനുശേഷം 20 മുതൽ എസ് ടേ എ, എസ് ടേ എ നമുക്ക് നോക്കാം. സ്വാൻ സിക്സ്റ്റ്, ഡ്രൈ സിക്സ്റ്റ്, ഫിയർ സിക്സ്റ്റ്, അങ്ങനെ 99 വരെ എസ് ടേ ആണ് ചേർക്കുന്നത്. അതായത് 99 വരെ എൻഡിങ്ങിൽ എസ് ടേ എ ആണ് ചേർക്കുന്നത്. 99 കഴിഞ്ഞാൽ 100 തൊട്ട് എസ് ടേ എ എൽ, എസ് ടേ എ എൽ, ഹുണ്ടേഡ്സ്റ്റെൽ അങ്ങനെയാണ് വരുന്നത്. നമ്മൾ 30 വരെയെങ്കിലും നമ്മളിത് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ നമ്മൾക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ 30 വരെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്കിനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പഠിച്ചാലോ? നമ്മൾ ബർത്ത് ഡേറ്റ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. 1 സിൻസി ഗെബോറൻ, 1 സിൻസി ഗെബോറൻ. നമ്മൾ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: Ich bin am 29.12.1980 geboren. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഡേറ്റ് പറയുന്നതിന് മുമ്പ് എന്നത് ചേർക്കണം. പിന്നെ ഡേറ്റും മന്തും പറയുമ്പോൾ ഓർഡിനൽ നമ്പേഴ്സാണ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോൾ നമ്മൾ ഡേറ്റും മന്തും കഴിഞ്ഞ് കുത്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുമ്പോൾ ഓർഡിനൽ നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വർഷം പറയുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ നമുക്ക് പറയാം. നമ്മൾക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. Ich bin am 29.12.1980 geboren. അടുത്തത് വിഡർഹോളുങ് സാൽവോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം എന്നൊക്കെ പറയുന്നതാണ് ഈ വിഡർഹോളുങ് സാൽവോട്ട് എന്ന് പറയുന്നത്. നമ്മൾക്ക് നോക്കാം. ഐൻമാൽ, സ്വൈമാൽ, ഡ്രൈമാൽ, ഫിയർമാൽ, ഫുൻഫ്മാൽ എന്ന് വരെയെങ്കിലും നമ്മളത് ഓർത്തിരുന്നാൽ മതി. നമുക്കിത് വെച്ച് 2 സെൻറ്റൻസ് നോക്കാം. Ich war schon einmal in Deutschland. Ich nehme das Medikament 4-mal täglich. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.